ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോഡി മദ്രസയുടെയും കീഴിലുള്ള 6ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറുമായിട്ടാണ് അന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരിയടയാളപ്പെടുത്താനാണ്. ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മദ്ഹബ് ഏതാണ്? ഹനഫി മദ്ഹബിനാണ് ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് ലോകാടിസ്ഥാനത്തിൽ. അടുത്തത്, സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് എവിടെ വെച്ച് നിസ്കരിക്കുമ്പോഴാണ്? വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോഴാണ്. അടുത്തത്, മറിയം ബീവിയുടെ റൂമിൽ കണ്ട പഴങ്ങൾ എവിടെ നിന്ന് ലഭിച്ചതാണ്? എവിടെ നിന്നാണ്? അല്ലാഹു തആലയിൽ നിന്ന് ലഭിച്ചതാണ്. മറിയം ബീവിയുടെ റൂമിൽ കണ്ട പഴങ്ങൾ അല്ലാഹു തആലയിൽ നിന്ന് ലഭിച്ചതാണ്. അടുത്തത്, ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് എന്ത്? കറാമത്ത്. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് കറാമത്ത്. അടുത്തത്, സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ എന്താണ്? ഹറാമാണ്. അപ്പോൾ അതൊക്കെ ടിക്ക് ചെയ്യുക. ഇനി പൂരിപ്പിക്കാനാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഡേഷ് ഉസ്താദുമാരിൽ നിന്ന് അറിവ് പകർന്നു. എത്ര ഉസ്താദുമാരിൽ നിന്നാണ്? 4000-ൽ പരം ഉസ്താദുമാരിൽ നിന്ന് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അറിവ് പകർന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ശിഷ്യന്മാർക്ക് അറിവ് പകർന്നു നൽകിയിട്ടുമുണ്ട്. 20-ലധികം സഹാബികളെ കണ്ട മഹാനാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത്, സ്ത്രീ വീടിൻ്റെ വിളക്കാണ്. സ്ത്രീ വീടിൻ്റെ ഐശ്വര്യമാണ്. അടുത്തതാ, എൻ്റെ വലിയുമായി ശത്രുത കാണിച്ചവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അടുത്തതാ, അൻത തത്ലൂ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ. അപ്പോൾ അവിടെ ഫിൽ കവാകിബ് അവിടെ എഴുതാം. അടുത്തതാ, അഷ്ഫീഇൽ അബ്തഈ. എന്താണ് ബാക്കി? എന്താണ്? വൽ ഹബീബിൽ അറബി. അപ്പോൾ അവിടെ വൽ ഹബീബിൽ എന്ന് എഴുതാം. അടുത്തത്, ഒറ്റവാചകത്തിൽ എഴുതാനാണ്. മുഖ്തബർ, അർത്ഥം എഴുതുക. എന്താണ് മുഖ്തബർ? 7ാമത്തെ അറബി ചാപ്റ്റർ പഠിച്ചിരുന്നു നമ്മൾ, ബിദായത്ത് ദർസ് പറഞ്ഞിട്ട്. അതിൽ വന്നതാണ്. മുഖ്തബർ എന്ന് പറഞ്ഞാൽ ലാബ്. മക്തബ എന്ന് പറഞ്ഞാൽ ലൈബ്രറി. അതുപോലെ ഇഷ്തിറാഹ, വിശ്രമം ഒക്കെ ആ പാഠത്ത് മനസ്സിലാക്കണം. അതുപോലെ വരാം. അടുത്തതാണ്, ഇമാം ഷാഫി വല്ല ആവശ്യവും വന്നാൽ ആരുടെ അടുത്തായിരുന്നു പോകല്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് വല്ല ആവശ്യം വന്നാൽ 2 റക്അത്ത് നിസ്കരിച്ച് ഞാൻ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിനരികിൽ ചെന്ന് ഇമാമിനെ തവസ്സുലാക്കി ദുആ ചെയ്യാറുണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിനരികിൽ. അടുത്തതാ, സ്ത്രീ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് എവിടെ ഇരിക്കുമ്പോഴാണ്? സ്ത്രീ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നത് അവൾ വീടിൻ്റെ ഉള്ളറയിലേക്കായിരിക്കുമ്പോഴാണ്. പുരുഷന്മാർക്ക് എവിടെ വെച്ച് നിസ്കരിച്ചാലാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത്? പുരുഷന്മാർക്ക് മസ്ജിദിൽ വെച്ച് നിസ്കരിച്ചാലാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുക. അടുത്തത്, ഇസ്ലാമിൻ്റെ ദൗത്യം എന്താണ്? ഇസ്ലാമിൻ്റെ ദൗത്യം? ലോകത്ത് ശാന്തിയും സമാധാനവും സ്ഥാപിക്കലാണ് ഇസ്ലാമിൻ്റെ ദൗത്യം. അടുത്തത്, ആരാണ് ഔലിയാക്കൾ? യഥാർത്ഥ വിശ്വാസികളും അല്ലാഹു തആലയുടെ വിധി വിലക്കുകൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുന്നവരും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവരും സൂക്ഷ്മതയുള്ളവരും ബൗദ്ധിക വിരക്തിയുള്ളവരും അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുമാണ് ഔലിയാക്കൾ. അപ്പോൾ അവിടെ യഥാർത്ഥ വിശ്വാസികളും അല്ലാഹു തആലയുടെ വിധി വിലക്കുകൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുന്നവരും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവരുമാണ് ഔലിയാക്കൾ എഴുതാം. അടുത്തെന്താണ്? ഹനഫി മദ്ഹബ് അംഗീകരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് 4 എണ്ണം എഴുതുക. ഏതൊക്കെ രാജ്യങ്ങളാണ് ഹനഫി മദ്ഹബ് അംഗീകരിക്കുന്നത്? കൂടുതൽ വേരോട്ടമുള്ളത് ഹനഫി മദ്ഹബിനാണെന്ന് പറഞ്ഞ്. ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഹനഫി മദ്ഹബ് കൂടുതൽ അംഗീകരിക്കുന്നത്? ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, ഇറാഖ്, തുർക്കി എന്നീ രാജ്യങ്ങളിൽ ഹനഫി മദ്ഹബിന് നല്ല വേരോട്ടം ഉണ്ട് എന്ന് പറഞ്ഞ്.
അപ്പോൾ അതിന്ന് 4 എഴുതാനാണ്. അടുത്തെന്താണ്? ഹനഫി ഇമാമിൻ്റെ ഉസ്താദുമാരോടുള്ള ബഹുമാനം എത്രത്തോളം ഉണ്ടായിരുന്നു? നമ്മൾ പറഞ്ഞു. എന്താണ്? ഇമാമ് ഉസ്താദുമാരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. എൻ്റെ ഉസ്താദ് മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു നിസ്കാരവും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. ഞങ്ങളുടെ വീടുകൾക്കിടയിൽ 7 തെരുവുകളുടെ അകലമുണ്ടായിരുന്നെങ്കിലും ഉസ്താദിൻ്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് ഞാൻ ഒരിക്കലും കാല് നീട്ടാറില്ല. അപ്പം അത് ഉസ്താദിൻ്റെ ബഹുമാനത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അപ്പം അത് എഴുതാം. അടുത്തെന്താണ്? സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും നാൾക്കുനാൾ കൂടി വരാൻ കാരണം ഇസ്ലാമിക നിയമം അവഗണിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങുകയും മാന്യതയില്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഇസ്ലാമിക നിയമം അവഗണിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങുന്നതും മാന്യതയില്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതുമാണ് ഇതിന് പ്രധാന കാരണം. അടുത്ത് വിശദീകരിക്കാനാണ്. ഇസ്ലാം സമാധാനത്തിൻ്റെ മതം. നമ്മൾ 1-ാമത്തെ പാഠത്തിൽ അതിനെക്കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്. ഇസ്ലാം എന്ന പദവുമായി ബന്ധപ്പെട്ടതാണ് സലാം. ശാന്തി, സമാധാനം എന്നെല്ലാം അതിനർത്ഥമുണ്ട്. സലാം അല്ലാഹു തആലയുടെ നാമങ്ങളിൽ ഒന്നാണ്. ലോകത്ത് ശാന്തിയും സമാധാനവും സ്ഥാപിക്കലാണ് ഇസ്ലാമിൻ്റെ ദൗത്യം. ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റു മതക്കാരുടെ ആരാധ്യ വസ്തുക്കളെ ആക്ഷേപിക്കരുത്, ദേവാലയങ്ങൾക്ക് കേടുപാടുകൾ വരുത്തരുത്, പുരോഹിതന്മാർക്ക് ശല്യമുണ്ടാക്കരുത് എന്നെല്ലാം ഇസ്ലാം പഠിപ്പിച്ചു. സ്വന്തം നാട്ടിൽ നിന്ന് ബഹിഷ്കരിച്ച് മക്കയിലേക്ക് പോയ മക്കക്കാർക്ക് പോലും അവിടുന്ന് മാപ്പ് നൽകി. മനുഷ്യജീവന് സമ്പത്ത്, അഭിമാനം, വിശ്വാസം തുടങ്ങിയവയോട് ജാതി മതഭേദമന്യേ സഹിഷ്ണുത കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് 1-ാമത്തെ പാഠത്തുനിന്ന് മനസ്സിലാക്കി 5 വരി കുറയാതെ എഴുതാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഓരോ പാഠത്തുനിന്നും ഇതുപോലെ എഴുതാൻ വന്നാലൊക്കെ എഴുതാൻ കഴിയണം. നമ്മൾ മറ്റു ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.